ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ദീപാവലി. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ദീപാവലി ആശംസകൾ. ദീപാവലി ആഘോഷിക്കാൻ അവളുടെ അമ്മാമ്മയുടെ വീട്ടിലെത്തി. അമ്മാമ്മ അവൾക്ക് ഒരു പുതിയ ഉടുപ്പ് തച്ചു കൊടുത്തു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവളുടെ വാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുളിച്ചൊരുങ്ങി സുന്ദരി കുട്ടിയെ അവളെ വാപ്പ വരാൻ കാത്തു നിന്നു. അവളെ വാപ്പ അവൾക്കുള്ള പടക്കമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ എനിക്ക് കമ്പിത്തിരികളായിരുന്നു കൂടുതൽ ഇഷ്ടം, വലിയ കമ്പിത്തിരി. അങ്ങനെ അത് പ്രത്യേകം എനിക്ക് 2 ബോക്സ് കമ്പിത്തിരി വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. കൂട്ടത്തിൽ 2 കിറ്റ്കാറ്റും. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവളെ വാപ്പ അവളോടൊപ്പം ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവളെ വാപ്പ പോയി. പിന്നീട് അവൾ കുറച്ച് പൊട്ടാസ് അവളെ വാപ്പ കൊണ്ടുവന്നതിൽ പൊട്ടാസ് എടുത്ത് പൊട്ടിക്കലായിരുന്നു പടി. രാത്രിയായി. അവൾക്ക് അവളെ വാപ്പ വാങ്ങിച്ചു കൊടുത്ത പടക്കെല്ലാം സെറ്റാക്കി എല്ലാം വെച്ച് നേരെ അവൾക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അവൾക്ക് ഇങ്ങനത്തെ ദീപാവലി ആഘോഷത്തിൽ ഇങ്ങനത്തെ പടക്ക് കത്തിക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ദീപാവലി. ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അതുപോലെ 2 ദിവസമായിട്ടാണല്ലോ ദീപാവലി എല്ലായിടത്തും ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2ാമത്തെ ഭാഗമാണിത്. ഇന്നും ദീപാവലി ആയിട്ട് അവളുടെ അമ്മാമ്മ അവൾക്ക് ഒരു പുതിയ ഡ്രസ്സ് തച്ചു കൊടുത്തു. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായി വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ 2-3 ഫോട്ടോയും വീഡിയോസൊക്കെ ഞാൻ എടുത്തു. ആ സമയം കൊണ്ട് അമ്മാമ്മ അവൾക്കുള്ള ദീപാവലിക്കുള്ള ഗിഫ്റ്റ് ബോക്സുമായിട്ട് വന്നു, പടക്കൊക്കെ ഉള്ളത്. അമ്മമ്മയുടെ സർപ്രൈസ് ആയിരുന്നു അതും അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാത്രിയായിട്ട് പടക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് അവളുള്ള ബോക്സ് അങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അമ്മമ്മ ഇലയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഇലയൊക്കെ മുറിച്ചൊക്കെ വെക്കുകയായിരുന്നു. അവളും കൂടെ സഹായിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടി. അങ്ങനെ അമ്മമ്മ വാങ്ങിച്ചു കൊടുത്ത പടക്കുകളെല്ലാം സെറ്റാക്കി വെച്ചു. ഓരോന്നെടുത്ത് നോക്കി എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചു. ആ സമയം കൊണ്ട് അവളെ വാപ്പ വന്നപ്പോൾ അതെല്ലാം അവളെ വാപ്പച്ചിക്ക് എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പടക്ക് കത്തിക്കലും കമ്പിത്തിരി കത്തിക്കലും ഞങ്ങളുടേതായ ആഘോഷ സമയമായിരുന്നു.